നടൻ സിദ്ദീഖിനെതിരെ കേസ് നടത്തുന്നതിന് അന്വേഷണ സംഘത്തിലെ 2 SP-മാരെ ഡൽഹിക്ക് അയക്കും. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുന്നോടിയായി നിയമസംഘത്തിന് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനാണ് SP-മാർ പോകുന്നത്. സർക്കാരിനു വേണ്ടി നിഷേ രാജൻ ശങ്കർ ആണ് സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത്. മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാറിന്റെ നിയമോപദേശവും സർക്കാർ തേടിയിട്ടുണ്ട്. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ചേക്കും. വിധി പ്രതികൂലമായാൽ ഉടൻ തന്നെ കീഴടങ്ങുമെന്നാണ് അഭിഭാഷകർ മുഖേന നടൻ പോലീസിനെ അറിയിച്ചിട്ടുള്ളതെന്നാണ് വിവരം. സിദ്ദീഖിന്റെ ഫോൺ നമ്പർ നിലവിൽ സ്വിച്ച്ഡ് ഓഫ് ആണ്. കൊച്ചിയിൽ പ്രമുഖ അഭിഭാഷകനുമായി ബന്ധപ്പെട്ട ചിലരാണ് സിദ്ദീഖിന് ഒളിസ്ഥലം ഒരുക്കുന്നതെന്നാണ് പോലീസ് കണ്ടെത്തൽ. നഗരത്തിൽ തന്നെ 6 ഇടങ്ങളിൽ സിദ്ദീഖ് 2 ദിവസമായി മാറി മാറി എത്തിയെന്ന വിവരവും പോലീസിനുണ്ട്. സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നതുവരെ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യേണ്ട എന്ന ഉന്നതതല നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് കണ്ണടക്കി